വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ നടനാണ് മേഘനാഥൻ. അച്ഛൻ ബാലൻ കെ നായരെ പോലെ എന്നും മകനെയും തേടിയെത്തിയത് വില്ലൻ വേഷങ്ങൾ തന്നെയായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെയാണ് മേഘനാഥൻ മലയാള സിനിമയിൽ തനിക്ക് ഒരു ഇടം ഉറപ്പിച്ചത്. തുടരെ തുടരെ തേടിയെത്തിയ കഥാപാത്രങ്ങൾ അച്ഛൻ ബാലൻ കെ നായരെ പോലെ മകനും ഒരു വില്ലൻ പരിവേഷം നൽകി. ഇന്ന് മലയാള സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രങ്ങളെടുത്താൽ മേഘനാഥന്റെ ഒരു കഥാപാത്രമെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുമെന്ന് ഉറപ്പാണ്. 50,000 ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? 1983 അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് മേഘനാഥൻ അഭിനയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഉയരങ്ങളിൽ, പഞ്ചാഗ്നി, ഈ പുഴയും കടന്ന്, ഭൂമിഗീതം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ചെങ്കോൽ തുടങ്ങിയവയാണ് ശ്രദ്ധേയ മറ്റ് സിനിമകൾ. 2016 പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ മേഘനാഥന്റെ അഭിനയം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. മലയാളികളെ ഭയപ്പെടുത്താൻ മാത്രമല്ല കരയിപ്പിക്കാനും തന്നെ കൊണ്ട് കഴിയുമെന്ന് മേഘനാഥൻ തെളിയിച്ചു. ഇടയ്ക്ക് സിനിമയിൽ നിന്നും വിട്ടുനിന്ന മേഘനാഥൻ കൂമൻ എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയപ്പോൾ മലയാളികൾ ഏറെ സന്തോഷിച്ചു. മേഘനാഥന്റെ പെട്ടെന്നുണ്ടായ ഈ മടക്കം എന്തായാലും മലയാള സിനിമയ്ക്കും മലയാളികൾക്കും എന്നും തീരാ നഷ്ടം തന്നെയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.